പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എയ്സ് ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടുള്ള 1857 വിപ്ലവത്തെക്കുറിച്ചാണ്. നോക്കൂ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്തരം പോരാട്ടങ്ങളെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തുകയും ചെയ്തു. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് നോക്കൂ, 1857 വിപ്ലവത്തിന് മുമ്പായിട്ട് പല പോരാട്ടങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പോളിഗർ കലാപം, വെല്ലൂർ കലാപം, ആറ്റിങ്ങൽ കലാപം ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു? ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ മാത്രമായിരുന്നു. ആ പോരാട്ടങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചരിത്രകാരന്മാർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നാണ് ഏതറിയപ്പെടുന്നത്? 1857 വിപ്ലവം അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കൂ, നിങ്ങൾ ആരെല്ലാമാണ് ഈ ഒരു കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ നോക്കൂ, ആരൊക്കെയാണ്? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, കർഷകരായിട്ടുള്ള ആളുകൾ, കൈത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, നാട്ടുരാജാക്കന്മാരായിട്ടുള്ള ആളുകൾ, സൈനികരായിട്ടുള്ള ആളുകൾ, ഭൂപ്രഭുക്കന്മാർ തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ ജനവിഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഏത്? 1857 വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കൂ, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങളായിരുന്നു ഈ കലാപത്തിന് കാരണമായി തീരുന്നത്. നോക്കൂ, 1600കളിലാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിന് വേണ്ടി വരുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പല പരിഷ്കാരങ്ങളും ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങളായിരുന്നു ഈ കലാപത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി നോക്കൂ, ഇത്തരത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട നയങ്ങളായിരുന്നു ഏതെന്നറിയപ്പെടുന്നത്? സൈനിക സഹായ വ്യവസ്ഥയും അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമവും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഏതൊക്കെയായിരുന്നു? ഇത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട നിയമങ്ങളായിരുന്നു ഏതെന്നറിയപ്പെടുന്നത്? സൈനിക സഹായ വ്യവസ്ഥയും അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമവും. നോക്കൂ, ആദ്യത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? 1857 വിപ്ലവമാണ്. ഏതെല്ലാം ജനവിഭാഗങ്ങളാണ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ്? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, കർഷകരായിട്ടുള്ള ആളുകൾ, കൈത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കന്മാർ തുടങ്ങിയ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഏതെന്നറിയപ്പെടുന്നത് ഈ ഒരു 1857 വിപ്ലവം. നോക്കൂ നിങ്ങൾ, ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് ബ്രിട്ടീഷ് നയങ്ങൾ? ഏതൊക്കെയായിരുന്നു? സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. നോക്കൂ നിങ്ങൾ, അതിലൊന്നാമത്തേതാണ് നമ്മൾ പഠിക്കുന്നത് സൈനിക സഹായ വ്യവസ്ഥ. SCERT 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉള്ളതാണ്. എന്താണ് സൈനിക സഹായ വ്യവസ്ഥ? നോക്കൂ, നമ്മൾ എന്താ നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്യ വികസനത്തിന് കൂടുതൽ ഉറപ്പു നൽകുന്നതിന് വേണ്ടി ആരാണ് ഇത് നടപ്പിലാക്കിയത്? നോക്കൂ, ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു. ആരാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്? വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏതെന്നറിയപ്പെടുന്നത്? സൈനിക സഹായ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ആരാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ ആരാണ്? ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭുവാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? നോക്കൂ നിങ്ങൾ, എന്തായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട? ഇതുപ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് സഖ്യത്തിൽ ഏർപ്പെടുന്ന എന്ത് ചെയ്തിട്ടുണ്ട്? നോക്കൂ, ഇത് പ്രകാരം എന്താ സംഭവിച്ചത്? ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? എന്തൊക്കെയാണ് ആ വ്യവസ്ഥകൾ എന്ന് നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു. SCERTയിലുള്ള ഭാഗങ്ങളാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നെന്താണ്? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. എന്താണ് ഒന്നാമത്തേത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഒന്നാമത്തത്? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് എന്താണ്? കമ്പനി സൈന്യത്തിന്റെ, ആരാണ്? നോക്കൂ, ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അല്ലെങ്കിൽ കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് എന്ത് ചെയ്യണം?
തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. മനസ്സിലാകുന്നുണ്ട്? അതായത് ബ്രിട്ടീഷ് സൈന്യത്തെ എന്ത് ചെയ്യണം? സ്വന്തം നാട്ടുരാജാവ് നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ അധീനതയിൽ എന്ത് ചെയ്യണം? പാർപ്പിക്കണം എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഒന്നാമത്തെ. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? എന്താ പറഞ്ഞത്? നോക്കൂ, രണ്ടാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും ആരെ വഹിക്കണം? സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് കമ്പനിയുടെ, അതായത് ബ്രിട്ടീഷ് സൈന്യത്തെ ആരാണോ എന്ത് ചെയ്യുന്നത്? നാട്ടുരാജ്യത്ത് താമസിപ്പിക്കുന്നത്, അവരുടെ ചെലവ് മുഴുവനും എന്ത് ചെയ്യണം? ആ നാട്ടുരാജ്യങ്ങൾ വഹിക്കുകയും വേണം. ഇനി നോക്കൂ, മൂന്നാമത്തെ എന്താണ്? കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് ഈ നാട്ടുരാജാക്കന്മാർക്ക് ആരോട് സമ്മതം ചോദിക്കണം? ഈ കമ്പനിയുടെ, അതായത് ബ്രിട്ടീഷുകാരോട് സമ്മതം ചോദിക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് യാതൊരു സഖ്യത്തിൽ ഏർപ്പെടാനും പാടുകയുമില്ല. ഇനി നോക്കൂ നിങ്ങൾ, എന്താണ് നാലാമത്തത്? ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാത്ത ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി നോക്കൂ, അഞ്ചാമത്തെ എന്താണ്? സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ എന്ത് ചെയ്യണം? താമസിപ്പിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? എന്താണ് സഖ്യരാജാവ് എന്താണ്? തന്റെ രാജ്യത്ത് എന്ത് ചെയ്യണം? ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കുകയും വേണം. നോക്കൂ, ഇനിയോ ലാസ്റ്റത്തെ നോക്കൂ, ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. ഇതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്നറിയപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ നോക്കൂ നിങ്ങൾ, ഇതാർക്ക് ബുദ്ധിമുട്ടുള്ളതായിരുന്നു? നാട്ടുരാജാക്കന്മാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വ്യവസ്ഥയായിരുന്നു. കാരണം എന്താണ്? എല്ലാ ചെലവ് വഹിക്കുകയും വേണം. ഇവരുടെ സമ്മതമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടുകയും ചെയ്യാൻ കഴിയൂല. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ ഇതെന്തായിരുന്നു? ബ്രിട്ടീഷ് നാട്ടുരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമായിരുന്നു ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഈ ഇതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്ന് പറയുന്നത്? ഒന്നും കൂടി പറയാം. എന്താണ്? ഒരു യൂണിറ്റ് എന്ത് ചെയ്യണം? സൈന്യത്തെ എന്ത് ചെയ്യണം? തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് സൈന്യത്തെ. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും ആര് വഹിക്കണം? ഈ നാട്ടുരാജാവ് വഹിക്കുകയും വേണം. പിന്നെന്താണ്? കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ പാടുകയുമില്ല. മനസ്സിലാകുന്നുണ്ട്? പിന്നെന്താണ്? ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് എന്ത് ചെയ്യാൻ പാടില്ല? നടപ്പിലാക്കാൻ പാടില്ല. പിന്നെന്താണ്? ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ എന്ത് ചെയ്യണം? നിയമിക്കുകയും വേണം. ഈ വ്യവസ്ഥകൾ ഏതെങ്കിലുമൊക്കെ ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. അപ്പൊ എന്താണ്? ബ്രിട്ടീഷുകാർക്ക് എന്തായിരുന്നു? ഈ നാട്ടുരാജ്യങ്ങളെ തങ്ങളുടെ സാമ്രാജ്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടാൻ പിടിച്ചെടുക്കാൻ വേണ്ടി കണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ടുള്ള ഒരു നിയമമായിരുന്നു ഏതെന്നറിയപ്പെടുന്നത്? നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥ. മനസ്സിലാക്കേണ്ടത്, ആരാണിത് കൊണ്ടുവന്നത്? പിന്നെ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ ഇതായിരുന്നു നാട്ടുരാജാക്കന്മാരെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ ഇതായിരുന്നു 1857 റിവോൾട്ടിലെ 1857 വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. ഒരു നിയമം എന്താണ്? ഈ സൈനിക സഹായ വ്യവസ്ഥയായിരുന്നു. നോക്കടാ, ഇനി രണ്ടാമത്തെ എന്താണ്? ദത്തവകാശ നിരോധന നിയമം അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഇതിന്റെ ഇംഗ്ലീഷ് ടേമും കൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. കാരണം പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തവണ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന ആരാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നടപ്പിലാക്കിയതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ ദത്തവകാശ നിരോധന നിയമം, അതിന്റെ ഇംഗ്ലീഷ് ടേമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നറിയപ്പെടുന്നത്. നോക്കട്ടെ, എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ഈ ദത്തവകാശ നിരോധന നിയമം എന്ന് നമുക്ക് നോക്കാം. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ആരാണ്? നോക്കൂ, ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം എന്ത് ചെയ്യാണ്? ഇല്ലാതാവുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ എന്താ സംഭവിക്കുന്നത്? അനന്തരാവകാശി ഇല്ലാതാകുന്നതോടുകൂടി ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. ഓക്കെ ആണല്ലോ? എന്താ സംഭവിക്കുന്നത് നോക്കൂ, ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺകുട്ടികൾ അല്ലെങ്കിൽ ആൺമക്കൾ ഇല്ലാതെ
മരണപ്പെട്ടാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി എന്തായ ദത്തെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? എങ്കിൽ ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം എന്ത് ചെയ്യാണ്? ആ ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതാവുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഉള്ള നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെടും. ഇതായിരുന്നു എന്തെന്നറിയപ്പെടുന്നത്? ദത്തവകാശ നിരോധന നിയമം എന്നറിയപ്പെടുന്നത്. സോ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു? മുഴുവനും എന്തായിരുന്നു? ദത്തെടുത്ത ദത്തുപുത്രന്മാരായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പല നാട്ടുരാജ്യങ്ങളിലും ഉണ്ടായിരുന്നത്. ഈ കാര്യം മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വലിയൊരു പദ്ധതിയായിരുന്നു ഈ ദത്തവകാശ നിരോധന നിയമം. അങ്ങനെ എന്ത് ചെയ്യാണ്? പല നാട്ടുരാജ്യങ്ങളും ആര് പിടിച്ചെടുക്കുകയാണ്? ബ്രിട്ടീഷുകാർ തങ്ങളുടെ തങ്ങളുടെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ, ഭരണാധികാരി ഒരു ആൺമക്കളില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? മറ്റു കുടുംബങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാമായിരുന്നു? ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് ചെയ്യാണ്? ഈ ഒരു നിയമം വന്നതോടുകൂടി എന്ത് ചെയ്യാണ്? ദത്തവകാശ നിരോധന നിയമപ്രകാരം എന്ത് ചെയ്യാണ്? ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതാവുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്ന നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യും. സോ ആരാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്? ഡൽഹൌസി പ്രഭുവാണ്. അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭുവാണ് എന്ത് ചെയ്യുന്നത്? ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? നോക്കൂ നിങ്ങൾ, ഈ രണ്ടു നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ എന്താണ്? ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ നോക്കൂ നിങ്ങൾ, എല്ലാ ഒട്ടുമിക്ക നാട്ടുരാജ്യങ്ങളും എന്ത് ചെയ്യാണ്? ഈ ഒരു നിയമപ്രകാരം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. സോ എന്ത് ചെയ്യാണ്? ഇതായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒന്ന് ദത്തവകാശ നിരോധന നിയമവും, മറ്റൊന്നെന്താണ്? നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥയും. മറ്റു പല നിയമങ്ങളും ഉണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ഈ ദത്തവകാശ നിരോധന നിയമവും അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥയുമാണ്. സോ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആയിരുന്നു ആരെന്നറിയപ്പെടുന്നത്? വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവുമായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ? സോ നോക്കൂ, നമ്മൾ പറിച്ചു രണ്ട് കാരണങ്ങളായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും. എന്തൊക്കെയാണ്? ഒന്ന് സൈനിക സഹായ വ്യവസ്ഥയായിരുന്നു, മറ്റൊന്നെന്താണ്? നമ്മുടെ ദത്തവകാശ നിരോധന നിയമം അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നീ രണ്ട് നിയമങ്ങളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്നാണ് പറഞ്ഞത്. പക്ഷേ വേറെയും ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായ അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിന്റെ മറ്റൊരു കാരണം. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികർക്ക് അനുഭവപ്പെടുന്ന ചില ബുദ്ധിമുട്ടുകൾ. ഓക്കെ അല്ലേ? നോക്കൂ, എന്തൊക്കെയാണ് അത് നോക്കാം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാകുന്നില്ല? എന്താണ് പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ? എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? തോക്കിൽ വെടിയുണ്ട നിറക്കുന്നതിന് മുമ്പ് ഒരു കവറ് കടിച്ചു കീറണമായിരുന്നു. ആ കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചാരണം സൈനികർക്കിടയിൽ ഉണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? എന്താണ് ഈ കവറിൽ എന്താണ് പുരട്ടിയിരുന്നത്? പശുവിൻ്റെയും അതുപോലെ തന്നെ പന്നിയുടെയും എന്താണ് കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു. സോ എന്താണ് പറഞ്ഞത്? ഈ തോക്കിൽ വെടിയുണ്ട നിറക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. ഓക്കെ അല്ലേ? ഈ കവറിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചാരണം സൈനികർക്കിടയിൽ ഉണ്ടായി. മനസ്സിലാകുന്നുണ്ടല്ലോ? അതൊരു റൂമറായി സ്പ്രെഡ് ചെയ്തതായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഏറ്റവും വലിയ കാരണമായിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അതായത് പന്നിയുടെയും പശുവിൻ്റെയും, അതായത് രണ്ട് മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന, മുസ്ലിം മതവിശ്വാസവും ഹിന്ദു മതവിശ്വാസത്തെയും വ്രണപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള കാര്യമായിരുന്നു ഏതെന്നറിയപ്പെടുന്നത്? ഈ ഒരു ഗ്രീസ് പുരട്ടി എന്ന പ്രചാരണം. മനസ്സിലാകുന്ന റൂമർ സ്പ്രെഡ് ചെയ്തു. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതായിരുന്നു ഒന്നാമത്തെ കാരണമായിട്ടുണ്ടായിരുന്നത്. നോക്കൂ, അങ്ങനെ എന്ത് ചെയ്യാണ്? ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബറക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഈ തിരകൾ, അതായത് ഈ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പടങ്ങിയ തിരകൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച സൈനികനായിരുന്നു, ബറക്പൂരിലെ സൈനികനായിരുന്നു ആരെന്നറിയപ്പെടുന്നത്? മംഗൾ പാണ്ഡെ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? മംഗൾ പാണ്ഡെ 1857 ഏപ്രിൽ 8 എന്ത് ചെയ്യാണ്?
ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. സോ ഇന്ത്യയുടെ ആദ്യ രക്തസാക്ഷി, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ മംഗൾ പാണ്ഡെയാണ്. അപ്പോ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷമാണ് ഏതെന്നറിയപ്പെടുന്നത്? 1857 ഏപ്രിൽ 8. മനസ്സിലാകുന്നുണ്ടല്ലോ. 1857 ഏപ്രിൽ 8 എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ നിങ്ങൾ, 1857 കലാപം ആരംഭിച്ചത് എവിടെയായിരുന്നു? 1857 ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? 1857 വിപ്ലവം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെ എന്ത് ചെയ്യാണ്? ഇന്ത്യയുടെ ചക്രവർത്തിയായി കലാപകാരികൾ പ്രഖ്യാപിച്ചത് ആരെയായിരുന്നു? മുഗൾ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവരുടെ പിന്നെ കലാപകാരികൾ തങ്ങളുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി നോക്കൂ, കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോ കലാപത്തിന്റെ ഈ 1857 വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. ഓക്കെ ആണല്ലോ. സോ ആരെയാണ് കലാപകാരികൾ തങ്ങളുടെ ഭരണാധികാരിയായി പ്രഖ്യാപിച്ചത്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. എവിടെ നിന്നാണ് കലാപം ആരംഭിച്ചത്? ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. ആരായിരുന്നു ആദ്യ രക്തസാക്ഷി? മംഗൾ പാണ്ഡെ ആയിരുന്നു. ബറക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ. ഏത് വർഷമാണ് തൂക്കിലേറ്റപ്പെട്ടത്? 1857 ഏപ്രിൽ 8 എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. മനസ്സിലാകുന്നുണ്ട്. എന്തിനായിരുന്നു ഇദ്ദേഹം പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത്? ഈ ഗ്രീസ് പുരട്ടി അല്ലെ, പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഗ്രീസ് ഉപയോഗിക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? പ്രതിഷേധിക്കുകയും അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? തൂക്കിലേറ്റുകയും ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇനി നോക്കൂ നിങ്ങൾ, ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഓരോ നാട്ടുരാജ്യങ്ങളിൽ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു കലാപം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലങ്ങളിലും. സോ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഡൽഹിയിൽ ആരാണ് ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്? ബഹദൂർ ഷാ രണ്ടാമനും അതുപോലെ തന്നെ ജനറൽ ഖാനുമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. എവിടെയാണ്? ഡൽഹിയിൽ. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് നിരവധി തവണ ചോദിച്ചതാണ്. ഓക്കെ അല്ലേ? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഖാനുമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡൽഹിയിൽ ഈ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. എന്തായിരുന്നു ഇനി ഇതിന്റെ സവിശേഷതകള്? കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി ആരെ പ്രഖ്യാപിക്കുകയാണ്? ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിക്കുകയാണ്. അത് മാത്രല്ലടാ, എന്ത് ചെയ്യാണ്? വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? റങ്കൂണിലേക്ക് ആരെ നാട് കടത്തുകയാണ്? നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തുകയും ചെയ്യുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. സോ എന്താണ്? കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്? വിപ്ലവാനന്തരം എങ്ങോട്ടാണ് അദ്ദേഹത്തെ നാട് കടത്തിയത്? റങ്കൂണിലേക്ക് ഇദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? നാട് കടത്തുകയും ചെയ്യുകയാണ്. ഇനി എന്താ ജനറൽ ഖാന്റെ സവിശേഷത? ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആയിരുന്നു ആര് എന്നറിയപ്പെടുന്നത്? ജനറൽ ഖാൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ആരാണ് ഝാൻസി? റാണി ലക്ഷ്മിബായി അല്ലെ? ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി ലക്ഷ്മിബായി ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ഇതിന്റെ സവിശേഷത? ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു ആര് എന്നറിയപ്പെടുന്നത്? നമ്മുടെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്. ഇനി നോക്കൂ, കാൺപൂരിൽ ആരാണ്? രണ്ടാളുകളാണ് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? ഒന്ന് നാനാ സാഹിബും താന്തിയ തോപ്പിയും. മനസ്സിലാകുന്നുണ്ട്. എന്താ നാനാ സാഹിബ്? മറാത്ത ഭരണാധികാരിയായിരുന്നു ആര് എന്നറിയപ്പെടുന്നത്? നമ്മുടെ നാനാ സാഹിബ് എന്നറിയപ്പെടുന്നത്. ഇനിയോ താന്തിയ തോപ്പിയുടെ പ്രത്യേകത എന്താ? നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു ആര്? നമ്മുടെ താന്തിയ തോപ്പി. അത് മാത്രമല്ല, ഗറില്ല യുദ്ധമുറകൾ, ഒളിപ്പോരുകൾ, മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോ ഈ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ച വ്യക്തി കൂടിയായിരുന്നു ആര് എന്നറിയപ്പെടുന്നത്? താന്തിയ തോപ്പി. ഇനി നോക്കടാ, അടുത്തതാണ് ആര്? ലക്നൌവിൽ ആരാണ്? ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു പിന്നെ ഭാഗമാണ് കേട്ടോ ഈ ലക്നൗ. ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലക്നൌവിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു ഈ കലാപത്തിന്. എന്തായിരുന്നു? അവധിലെ ഭരണാധികാരിയായിരുന്നു ആര് എന്നറിയപ്പെടുന്നത്? നമ്മുടെ ബീഗം ഹസ്രത്ത് മഹൽ. പിന്നീടാണ് എന്ത്? ബീഹാറിലെ ആരാണ്? കൺവർ സിംഗ്. ഓക്കെ അല്ലേ? എന്തായിരുന്നു? ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു ആര് എന്നറിയപ്പെടുന്നത്? നമ്മുടെ കൺവർ സിംഗ് എന്നറിയപ്പെടുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കലാപത്തിന്
വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് ആരൊക്കെ നോക്കൂ. ഡൽഹിയിൽ ആരൊക്കെയാണ്? ബഹദൂർ ഷാ രണ്ടാമനും അതുപോലെ തന്നെ ജനറൽ ഭക്ത്ഖാനും. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബും അതുപോലെ തന്നെ താന്തിയ തോപ്പിയും. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത് മഹലാണ്. ഇനി ബീഹാറിലെ ആരയിൽ ആരാണ്? കൺവർ സിംഗുമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെയാണല്ലോ. നമ്മൾ അവസാന ഭാഗത്തേക്ക് പോകുകയാണ്. നോക്കൂ, ഈ വിപ്ലവത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചില പരിമിതികൾ ഉണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ആ പരിമിതികൾ എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, കലാപം എന്ത് മാത്രമാണ്? ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒതുങ്ങിയിട്ടുണ്ടായിരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. നോർത്തേൺ ഇന്ത്യയിൽ മാത്രമാണ് എന്ത് ചെയ്തു? ഈ വിപ്ലവം ഒതുങ്ങി. എല്ലാ ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഈ വിപ്ലവം വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രം എന്ത് ചെയ്തു? ഒതുങ്ങി നിന്നു. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, ഈ കലാപത്തിന് എന്തില്ല? ഒരു സംഘടിത നേതൃത്വം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു സംഘടിതമായിട്ടുള്ള ഒരു പോക്ക് നീക്ക് അല്ലെങ്കിൽ ഒരു നീക്കം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്, കലാപം ഉണ്ടായിരുന്നത്. അല്ലാതെ ഒരു സംഘടിതമായ സ്വഭാവം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഈ ഒരു കലാപത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വിപ്ലവം പരാജയപ്പെടാനുള്ള ഒരു കാരണമായിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കൂ, മൂന്നാമത്തത്, കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും ആർക്കുണ്ടായിരുന്നു? കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. സ്വാഭാവികമാണ്. പിന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. കാരണം എന്താ? അവർക്ക് എന്തുണ്ട്? നല്ല മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷ് സൈന്യത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നാലാമത്തെ എന്താണ്? ഇന്ത്യയിലെ മധ്യവർഗം, മിഡിൽ ക്ലാസ് എന്ത് ചെയ്തിട്ടില്ല? ഈ കലാപത്തെ അനുകൂലിച്ചില്ല. ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ കുറെ ആളുകൾ പങ്കെടുത്തു. അതിൽ നോക്കൂ, മധ്യവർഗം എന്ത് ചെയ്തിട്ടില്ല? പൊതുവെ കലാപത്തെ അനുകൂലിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ്മെന്റിലൊക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയിലെ മധ്യവർഗം എന്ത് ചെയ്തില്ല? പൊതുവെ ഈ കലാപത്തെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നോക്കൂ, അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കുക. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? വിട്ടു നിൽക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. എന്താ പറഞ്ഞത്? നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ എന്ത് ചെയ്യാണ്? ഒരു വിഭാഗം എന്ത് ചെയ്യാണ്? കലാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. സോ എല്ലാ വിഭാഗങ്ങളും പങ്കെടുത്തെങ്കിലും ചില പോരായ്മകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ വിപ്ലവത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിപ്ലവം എന്താണ്? ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികളാണ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പരീക്ഷയ്ക്ക് ചോദിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നും കൂടിയും പറയാം. ഉത്തരേന്ത്യയിലെ ഒരു ഏതാനും ഭാഗങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്തത്? ഈ കലാപം ഒതുങ്ങി നിന്നത്. ഈ കലാപത്തിന് എന്തുണ്ടായിരുന്നില്ല? ഒരു സംഘടിത നേതൃത്വം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ എന്തുണ്ടായിരുന്നു? മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും ആർക്കുണ്ടായിരുന്നു? കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. പിന്നെന്താണ്? ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഈ കലാപത്തെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്തായിരുന്നു? നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒരു വിഭാഗം എന്ത് ചെയ്തു? കലാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. മനസ്സിലാകുന്നില്ല. ഇതായിരുന്നു ഇതിന്റെ പരിമിതികൾ എന്നറിയപ്പെടുന്നത്. ഇനി നോക്കൂ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത്, ഈ 1857 റിവോൾട്ട് കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അതെന്ത് ചെയ്യാണ്? അത് പിൻകാല ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഏതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചാക്കാം. ഒന്നെന്താണ്? ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. നോക്കൂ നിങ്ങൾ, 1600 എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. ആ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ അവസാനിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, ഇന്ത്യയുടെ ഭരണം ആരേറ്റെടുക്കുകയാണ്? ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടുള്ള ഭരണ നിയന്ത്രണത്തിലായി. മനസ്സിലാകുന്നുണ്ടല്ലോ. അതുവരെ നോക്കൂ, 1857 ഏകദേശം 257 വർഷക്കാലങ്ങളോളം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഭരണം ആരേറ്റെടുക്കുകയാണ്? ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി നോക്കൂ, മൂന്നാമത്തത്, ഗവർണർ ജനറൽ എന്നതിന് പകരം എന്ത് ചെയ്യാണ്? വൈസ്രോയ് എന്ന പദവി നിലവിൽ വന്നു. നമ്മൾ പറഞ്ഞതാണല്ലോ. നോക്കൂ, ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു, ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു തുടങ്ങിയവയൊക്കെ അതൊക്കെ എന്താണ്? 1857 റിവോൾട്ടിന്റെ തൊട്ടു മുമ്പാണ്. അതിനുശേഷം എന്ത് ചെയ്യാണ്? ഗവർണർ ജനറൽ പദവി എന്ത് ചെയ്യാണ്? ഇല്ലാതാക്കുകയാണ്. എന്തായി മാറി? വൈസ്രോയ് എന്ന പദവി എന്ത് ചെയ്യാണ്? നിലവിൽ വരികയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇന്ത്യയുടെ പിൻകാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്യുകയുണ്ടായി. മനസ്സിലാകുന്നുണ്ടല്ലോ. സോ ഈ 1857 റിവോൾട്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1887 വിപ്ലവത്തെ കലാപകാരികൾ അടിച്ചമർത്തിയെങ്കിലും എന്ത് ചെയ്യാണ്? പല
പിൻകാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദിതമായിട്ടുള്ള ഒരു വിപ്ലവമായിരുന്നു ഏതെന്നറിയപ്പെടുന്നത് 1857 വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ SCERT പറഞ്ഞിട്ടുള്ള ചില പോയിന്റുകളും കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് 1857 റിവോൾട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നത്. വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുകയും ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയും ചെയ്യുക. കാരണം SCERT ഭാഗങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ പലതും വരുന്നത്. സോ ക്ലാസ് നന്നായി കേൾക്കുക, നന്നായി പഠിക്കുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്